ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. രക്ഷാപ്രവർത്തന കേസ്, ഗൺമാൻമാരുടെ മർദ്ദന കേസ് അട്ടിമറിച്ചതിൽ ADGP MR അജിത്കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നുവെന്ന നിർണായകമായ വാർത്തയാണ് വരുന്നത്. ആലപ്പുഴയിലെ ഗൺമാൻമാരുടെ മർദ്ദന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിനാണ് ഇപ്പോൾ ADGP MR അജിത്കുമാറിനെ സസ്പെൻഡ്. വിജയന്റെയും ശശിയുടെയും കയ്യിലെട്ടോയി ക്യാറ്റായിരുന്ന MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ വലിയ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് കേൾക്കുന്നത്. ഒരു കോൺഗ്രസ്സുകാരനായതിൻ്റെ പേരിൽ മാത്രം എന്നെ ഏറ്റവും അധികം വേട്ടയാടാൻ നേതൃത്വം നൽകിയ ഒരാളാണ് ഈ കോൾഡ് ബ്ലഡ് ക്രിമിനൽ. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദം കൊണ്ടുവന്ന് ഞാനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിഷയത്തിൽ എന്നെ പ്രതിയാക്കണമെന്ന് ഉത്തരവിട്ടയാളാണ് ഇയാൾ. എനിക്കെതിരെ യാതൊരു തെളിവുമില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു IPS ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവരെ പ്രതികാര മനോഭാവത്തോടെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്. പാലക്കാട് ഞാൻ മത്സരിക്കുമ്പോൾ നീലപ്പെട്ടി വിവാദം ഉയർന്ന സമയത്ത് എനിക്കെതിരെ കള്ളപ്പണം കടത്തി എന്ന കള്ളക്കേസെടുക്കണമെന്ന് പാലക്കാട്ടുള്ള ഉദ്യോഗസ്ഥരോട് വ്യക്തിപരമായി ആവശ്യപ്പെടുകയും അത് നിരസിച്ചതിൻ്റെ പേരിൽ അവരോടും ഇയാൾ മോശമായി പെരുമാറുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ എനിക്കെതിരെ വ്യാജ പീഡന കേസ് കൊണ്ടുവരാൻ സർക്കാർ ആവശ്യപ്രകാരം ഉദ്യോഗസ്ഥ തലത്തിൽ ഗൂഢാലോചന നടത്തിയ മൂവർ IPS ഗ്യാങ്ങിലെ പ്രധാനിയായിരുന്നു ഇയാൾ. ഇയാളുടെ വിശ്വസ്തനായ ഒരു വാച്ച് ഡോഗായ പോലീസ് ഗുണ്ടയ്ക്ക് എന്നെ കായികമായി കൈകാര്യം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തതും ഇയാളാണ്. കേസ് നിലനിൽക്കില്ല, അതിന് മെറിറ്റ് ഇല്ല എന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ച ഇടതുപക്ഷക്കാരനായ ഒരു DYSPയെ കാസർഗോഡേക്ക് ഇയാൾ ഇടപെട്ട് സ്ഥലം മാറ്റുകയും ചെയ്തു. ഒരു കോൺഗ്രസ്സുകാരനായതിൻ്റെ പേരിൽ മാത്രം ഈ നോട്ടോറിയസ് വിജയൻ അടിമ എനിക്കെതിരെ ചെയ്ത കാര്യങ്ങൾ ചിലത് മാത്രമാണ് ഇതിൽ പറഞ്ഞത്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കേരളം മുഴുവൻ വിജയന്റെ നവകേരള യാത്രയ്ക്ക് എതിരെ നടത്തിയ കരിങ്കൊടി സമരങ്ങളെ മാർക്കടമുഷ്ടി കൊണ്ട് അടിച്ചമർത്തണം എന്ന ആഹ്വാനം നൽകി കല്യാശ്ശേരി തൊട്ട് കാട്ടാക്കട വരെ ക്രൂര അക്രമം അയച്ചുവിടാൻ ഉത്തരവിട്ടതും ഇയാളാണ്. ആ ഉത്തരവിൻ്റെ ഭാഗമായാണ് ആലപ്പുഴയിൽ AD തോമസിനെയും അജയ് ജുവലിനെയും അടക്കം ആക്രമിച്ചതും പിന്നീട് ആ റിപ്പോർട്ട് തന്നെ തിരുത്തിയതും. ഇതുപോലെ എത്ര കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഈ മാഫിയ തലവനും അയാളുടെ മാഫിയ പോലീസ് സംഘങ്ങളും ദ്രോഹിച്ചിട്ടുള്ളത്. ഇയാളെ മാത്രമല്ല, ആ മാഫിയയിലെ എല്ലാവരെയും ഇതുപോലെ തെറിപ്പിക്കുക തന്നെ ചെയ്യും ഈ സർക്കാർ. സസ്പെൻഷൻ എന്നത് അവസാനമെന്നുമല്ലെന്നറിയാം. എങ്കിലും പോലീസിൻ്റെ മാനുവലിന് മുകളിൽ വിജയൻ്റെയും ശശിയുടെയും മാനുവൽ നോക്കി പ്രവർത്തിച്ചവന്മാരുടെയെല്ലാം ചിറകരിയുന്ന ഈ സർക്കാർ പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെയാണ് ചേർത്ത് നിർത്തുന്നത്. അജിത് കുമാറെ, നീ ചെയ്തതിന് ഒക്കെയും നീ കണക്ക് പറയേണ്ടി വരും. അവൻ്റെ ദുഷ്ടത അവൻ്റെ സ്വന്തം തലയിൽ തന്നെ തിരികെ വരും. സങ്കീർത്തനങ്ങൾ 7:16. നന്ദി ഞങ്ങളുടെ പാർട്ടിക്ക്, പാർട്ടിയുടെ സർക്കാരിന്, ജനങ്ങളുടെ സർക്കാർ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുറിപ്പാണ് ഞാൻ വായിച്ചത്. പിണറായി വിജയൻ എന്ന് പറയുന്ന സംഘാവ് പാലൂട്ടി വളർത്തിയ മറ്റൊരു ക്രിമിനൽ സംഘ് പരിവാർ സംഘാവ്, അതാണ് MR അജിത് കുമാർ. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ നടന്ന രാഷ്ട്രീയ വേട്ടയാടലുകൾ, കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറി, അതിന് പിന്നിലൊക്കെ ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന സംഘാവിൻ്റെ ബുദ്ധിയുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, കൈകളുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ വിജയിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ നിയോഗിച്ച പിണറായി വിജയൻ്റെ നല്ല ഒന്നാം തരം അടിമയായിരുന്നു ഈ MR അജിത് കുമാർ. പിണറായി വിജയൻ പാലൂട്ടി വളർത്തുകയായിരുന്നു MR അജിത് കുമാറിനെ. എന്തൊക്കെ ആരോപണങ്ങൾ വന്നാലും, എന്തൊക്കെ കേസ് വന്നാലും എല്ലാത്തിലും പിണറായി വിജയൻ MR അജിത് കുമാറിനെ രക്ഷിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാ. തിരിച്ച് MR അജിത് കുമാറിനും അങ്ങോട്ട് അങ്ങനെയായിരുന്നു. പിണറായി വിജയൻ്റെ ഊമ്പാൻ വരെ റെഡിയായി നിൽക്കുകയായിരുന്നു ഈ MR അജിത് കുമാർ. മനസ്സിലായില്ലേ? പിണറായി വിജയന് വേണ്ടി എന്ത് ചെറ്റത്തരവും, എന്ത് തൊണ്ടിത്തരവും, എന്ത് തൊട്ടിത്തരവും കാണിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥ, കൺഫേർഡ് IPS കാരനായിരുന്നു ഈ പറയുന്ന MR അജിത് കുമാർ. പൂട്ടി, VD സതീശൻ പൂട്ടി, നല്ല മണിച്ചിത്രത്തായിട്ട് തന്നെ പൂട്ടി. ഒരു കാര്യം ഉറപ്പാ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര കാലവും പറയാത്ത പല കാര്യങ്ങളുമാണ് ഇന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്.
ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അത് പിന്നീടൊരു അവസരത്തിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. പക്ഷേ ഈ എം.ആർ. അജിത് കുമാർ കാട്ടിക്കൂട്ടിയ കിരാതമായ ചെറ്റത്തരങ്ങൾ അത് ചില്ലറയൊന്നുമല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂരുകാർ പോലും അറിയാതെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പിമ്പ്, പൊളിറ്റിക്കൽ പിമ്പ്, ആ പൊളിറ്റിക്കൽ പിമ്പിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ എം.ആർ. അജിത് കുമാർ നടത്തിയ ചെറ്റത്തരങ്ങളാണ് അല്ലേ. രാജൻ മന്ത്രിയാ, സുനിൽ കുമാർ മന്ത്രിയായിരിക്കുമ്പോൾ ഈ പറയുന്ന ചെറ്റത്തരം രാജൻ വിളിക്കുകയാണ് അജിത് കുമാറിനെ. പിണറായി വിജയൻ അജിത് കുമാറിനെ തൃശ്ശൂർ പൂരത്തിൻ്റെ ചുമതല നൽകിയിട്ട് തൃശ്ശൂരിലേക്ക് അയച്ചിരിക്കുക. തൃശ്ശൂർ പൂരം ആകെ അലങ്കോലമാകുന്ന ഘട്ടം വന്നപ്പോൾ, പോലീസുകാർ തന്നെ അലങ്കോലമാക്കിയ ഘട്ടം വന്നപ്പോൾ മിനിസ്റ്റർ രാജൻ വിളിക്കുമ്പോൾ ഈ പറയുന്ന അജിത് കുമാർ ഫോൺ എടുക്കാതെ മാക്സിമം അലങ്കോലമാകട്ടെ എന്നുള്ള രീതിയിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും പൂരം അങ്ങനെ പോലീസുകാർ കാരണം അലങ്കോലമായിട്ടില്ല. പക്ഷെ അത് 2024 സംഭവിച്ചു. എന്തായിരുന്നു കാരണം? സുരേഷ് ഗോപി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പിമ്പിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയനും ഈ അജിത് കുമാറും, അത് വിജയിപ്പിക്കാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി RSSന്റെ ക്രിമിനൽ നേതാക്കളെ വർഗീയവാദികളുമായി ചർച്ചയ്ക്ക് ഈ അജിത് കുമാറിനെ പറഞ്ഞയച്ചു പിണറായി വിജയൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അജിത് കുമാറിനെതിരെ പല ആരോപണങ്ങൾ വന്നു, പല പരാതികൾ വന്നു, പല കേസുകളുണ്ടായി, പല കേസുകളിൽ അന്വേഷണമുണ്ടായി. എല്ലാത്തിലും ക്ലീൻ ചീട്ട് നൽകി. ആര് നൽകി? പിണറായി വിജയൻ. എന്തായിരുന്നു ക്ലീൻ ചീട്ട് നൽകാനുണ്ടായ കാരണം ഇവൻ അങ്ങോട്ട് ഊമ്പും മറ്റവൻ ഇങ്ങോട്ട് മൂമ്പും. രണ്ടുപേരും ഒക്കച്ചങ്ങായിമാരായിരുന്നു. ഈ ക്രിമിനലിനെ കൊണ്ട് നടന്ന് പിണറായി വിജയൻ തൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുകയായിരുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഈ ക്രിമിനൽ, കാക്കി അണിയാൻ അർഹതയില്ലാത്ത ഈ ക്രിമിനൽ അവൻ്റെ കാര്യങ്ങളും വേണ്ട വിധത്തിൽ നേടിയെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അവിടെയാണ് UDF സർക്കാർ സസ്പെൻഷൻ കുത്തിക്കൊടുക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഈ ചെറ്റ എം.ആർ. അജിത് കുമാർ പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്, പിണറായി വിജയൻ്റെ ഗുണ്ടയാണ്, പിണറായി വിജയൻ്റെ അടിമയാണ്. ഇതിനേക്കാളൊക്കെ ഉപരി നല്ല ഒന്നാം തരം സംഘ് പരിവാറുകാരനാണ്. സംഘ് പരിവാറുകാരനുമാണ്, സഖാവുമാണ്. എന്ന് പറഞ്ഞാൽ സംഘാവാണ്. അവിടെയും നിന്ന് ഓമ്പും ഇവിടെയും നിന്ന് ഓമ്പും. കാര്യനേട്ടത്തിന് വേണ്ടി രണ്ടും ചെയ്യും. അതാണ് ഈ പറയുന്ന എം.ആർ. അജിത് കുമാർ. എന്താണെങ്കിലും സസ്പെൻഷൻ തൊപ്പിത്തെറിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? ഈ അജിത് കുമാറിൻ്റെ ഉത്തരവായിരുന്നു നവകേരള യാത്രയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങൾ ഉയർത്തുന്ന കോൺഗ്രസ്സുകാരെ അടിച്ചു കൊല്ലാൻ തന്നെയായിരുന്നു ഉത്തരവ്, അടിച്ചു കൊല്ലാൻ തന്നെയായിരുന്നു നിർദ്ദേശം. അതുകൊണ്ടാണല്ലോ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചത്, ഹെൽമറ്റ് കൊണ്ട്, 2 ലത്തികൾ കൂട്ടിക്കെട്ടിയിട്ട് അതുകൊണ്ട്. മർദ്ദനങ്ങൾ ഏത് വിധമായിരുന്നു? എന്താ മർദ്ദിക്കാനുണ്ടായ കാരണം? ഒരു 1/2 മീറ്റർ കറുത്ത തുണി ഇങ്ങനെ വീശിയതാണ് കാരണം. കരിങ്കൊടി കാണിച്ചു. സംഭവം കരിങ്കൊടി എന്നൊക്കെ പറയെങ്കിലും എന്താണത്? ഒരു 1/2 മീറ്റർ തുണിക്കഷ്ണം, ഒരു കറുത്ത നിറത്തിലുള്ള 1/2 മീറ്റർ തുണിക്കഷ്ണം, അതിങ്ങനെ വീശിക്കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് കരിങ്കൊടി വീശി. അതിനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ കൊല്ലാൻ ശ്രമിച്ചത്. മാത്രവുമല്ല, അടിച്ച് കൊല്ലാറാക്കിയിട്ട് ഈ അജിത് കുമാർ കേസുകളൊക്കെ അട്ടിമറിക്കാനുള്ള ശ്രമം, കേസ് ഡയറി തിരുത്തുക, ഈ പറയുന്ന റിപ്പോർട്ടുകൾ പൂഴ്ത്തുക, പിണറായി വിജയന് വേണ്ടി ഊമ്പിക്കൊടുക്കുക, അതായിരുന്നു ഈ അജിത് കുമാറിൻ്റെ ഏർപ്പാട്. എന്താണെങ്കിലും അജിത് കുമാറിൻ്റെ തൊപ്പി തെറിച്ചിരിക്കുന്നു. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി പിണറായി വിജയൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ ആക്രമിച്ച് MLA ആക്കിയ ഒരു വ്യക്തിയുണ്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ. അതാണ് ആലപ്പുഴയിൽ നിന്നുള്ള AD തോമസ്. പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം എന്നാണ് വിളിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ നമ്മൾ കാണുമ്പോൾ അത്ര വലിയ മാന്യനൊന്നുമല്ല, ഭൂലോക ചെറ്റയാ. ചെറ്റ എന്ന് പറഞ്ഞാൽ കവലച്ചട്ടമ്പികളെ വെല്ലുന്ന ചെറ്റ.
അയാൾ എങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു എന്ന് ചോദിച്ചാൽ നമ്പർ 1 ക്രിമിനലുകളാണ് ഇപ്പോൾ ഭരണത്തിലേക്ക് കയറുന്നത്. അത് കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും അങ്ങനെ പലയിടങ്ങളിൽ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകും. ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയാണ് എന്നല്ല, മിക്കവാറും ആളുകളൊക്കെ അങ്ങനെയാണ്. അവരൊക്കെ അത് കാണിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. നല്ല ആളുകൾ ഇഷ്ടം പോലെയുണ്ട്, അവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ചില കവലച്ചട്ടമ്പിമാർ, അതിലൊരാളാണ് കഴിഞ്ഞ 5 വർഷം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായ മറ്റൊരു ചങ്ങാതി. രാത്രിക്ക് രാത്രി RSSകാരനുമായി പോയിട്ട് അവിഹിതമുണ്ടാക്കിയവൻ, ശിവൻകുട്ടി എന്ന് പറയുന്ന തലസ്ഥാന നഗരിയിലെ കവലച്ചട്ടമ്പി. ആ കവലച്ചട്ടമ്പി രാത്രിക്ക് രാത്രി RSSകാരുമായിട്ട് അവിഹിതമുണ്ടാക്കിയ ആള്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കേരളത്തിൻ്റെ നിയമസഭ തല്ലി തകർത്ത ഒരു ഗുണ്ട, ആ ഗുണ്ട മന്ത്രി കസേരയിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട കവലച്ചട്ടമ്പിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, അയാളുടെ ഗുണ്ട, അയാളുടെ എന്താ പറയേണ്ടത്, അങ്ങനെ എല്ലാം ആയിരുന്നു ഈ MR അജിത് കുമാർ. മനസ്സിലായില്ലേ? പിണറായി വിജയനും MR അജിത് കുമാറും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു മഹാ ഉത്സവത്തെ അലങ്കോലമാക്കിയിട്ട് സംഘപരിവാറുകാരൻ പൊളിറ്റിക്കൽ പിമ്പിനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ ഈ പറയുന്ന അജിത് കുമാറിൻ്റെ തൊപ്പി തെറിച്ചിരിക്കുന്നു. അതാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടം ഇപ്പം നിരത്തിയിരിക്കുന്ന ഒരുപാടധികം ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങളിലൊക്കെ വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നന്ദി ഞങ്ങളുടെ പാർട്ടിക്ക്, പാർട്ടിയുടെ സർക്കാരിന്, ജനങ്ങളുടെ സർക്കാർ എന്നാണ് രാഹുൽ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.